ദൈവകൃപയുടെ 365 ദിവസങ്ങൾ 365 ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന സമ്പൂർണ്ണ പരിശുദ്ധ ബൈബിൾ വായനാ ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 131 ദിവസം. 2 മക്കബയർ 11 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നു. യൂദാസ് തൻ്റെ സൈന്യത്തെ വിളിച്ചു വരുത്തി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച്, ബലിയർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച് പറയുന്ന ഭാഗം നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നു. നിക്കോനോറിൻ്റെ ദൈവദൂഷണം ഇതെല്ലാം നമ്മൾ വായിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഈ ജീവന്റെ വചനം വായിച്ച് ധ്യാനിക്കാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മക്കബയരുടെ 2-ാം പുസ്തകം 11-ാം അധ്യായം. ലിസിയാസിന്റെ പരാജയം. ഈ സംഭവങ്ങൾ രാജാവിന്റെ രക്ഷാകർത്താവും ചാർച്ചക്കാരനും ഭരണച്ചുമതല വഹിച്ചിരുന്നവനുമായ ലിസിയാസിനെ അമർഷം കൊള്ളിച്ചു. അവൻ ഉടനെ 80,000 പടയാളികളെയും കുതിരപ്പട മുഴുവനെയും ശേഖരിച്ച് യഹൂദർക്കെതിരെ നീങ്ങി. നഗരത്തെ ഗ്രീക്ക് അധിനിവേശ സ്ഥലമാക്കുകയായിരുന്നു അവന്റെ ലക്ഷ്യം. മറ്റു ജനതകളുടെ ക്ഷേത്രങ്ങൾക്കെന്ന പോലെ അവരുടെ ദേവാലയത്തിനും നികുതി ചുമത്താനും പ്രധാന പുരോഹിത സ്ഥാനം ആണ്ടുതോറും വിൽപ്പനയ്ക്ക് വയ്ക്കാനും അവൻ ഉദ്ദേശിച്ചു. ലിസിയാസ് ദൈവശക്തിയെ തൃണവൽഗണിച്ചെന്ന് മാത്രമല്ല, 10,000-കണക്കിനുള്ള കാലാൽ പടയാളികളുടെയും 1000-കണക്കിനുള്ള കുതിരപ്പടയാളികളുടെയും 80 ആനകളുടെയും ബലത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അഹങ്കരിക്കുകയും ചെയ്തു. അവൻ യൂദയായിൽ കടന്ന് ജെറുസലേമിൽ നിന്ന് ഏകദേശം 20 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്നതും കോട്ടയാൽ ബലിഷ്ഠവുമായ ബേത്സൂറിലെത്തി അതിനെ ശക്തമായി ആക്രമിച്ചു. ലിസിയാസ് കോട്ടകൾ ആക്രമിക്കുന്നതായി മക്കബെയൂസിനും അനുയായികൾക്കും അറിവ് കിട്ടി. ഉടനെ അവരും ജനവും ഒരുമിച്ച് ഇസ്രായേലിനെ രക്ഷിക്കാൻ ഒരു ഉത്തമ ദൂതനെ അയച്ചു തരണമേ എന്ന് കണ്ണീരോടും വിലാപത്തോടും കൂടെ കർത്താവിനോട് അപേക്ഷിച്ചു. ആദ്യം ആയുധമെടുത്തത് മക്കബെയൂസാണ്. സഹോദരന്മാരെ സഹായിക്കാൻ വേണ്ടി തന്നോടൊത്ത് ജീവൻ പണയം വെച്ച് പോരാടാൻ അവൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ അവർ ഒറ്റക്കെട്ടായി കുതിച്ചു പാഞ്ഞു. ജെറുസലേമിൽ നിന്ന് അകലുന്നതിന് മുൻപ് ധവള വസ്ത്രധാരിയായ ഒരു അശ്വാരൂഢൻ സ്വർണ്ണായുധങ്ങൾ ചുഴറ്റിക്കൊണ്ട് തങ്ങളുടെ മുൻപേ നീങ്ങുന്നത് അവർ കണ്ടു. അവർ കൃപാലുവായ ദൈവത്തെ ഏകസ്വരത്തിൽ സ്തുതിച്ചു. മനുഷ്യരെ മാത്രമല്ല, ഘോരമൃഗങ്ങളെയും ഉരുക്കുകോട്ടകളെയും ആക്രമിക്കാൻ തക്ക മനോധൈര്യം അവർക്ക് ലഭിച്ചു. കർത്താവിന്റെ കൃപാകടാക്ഷം ഉണ്ടായിരുന്നതിനാൽ സ്വർഗീയ സഹായകനോടൊപ്പം യുദ്ധസജ്ജരായി അവർ മുന്നേറി. ശത്രുക്കളുടെ മേൽ സിംഹങ്ങളെ പോലെ ചാടി വീണ് 11,000 കാലാൽ പടയാളികളെയും 1,600 കുതിരപ്പടയാളികളെയും അവർ വധിച്ചു. അവശേഷിച്ചവരെ പലായനം ചെയ്യിച്ചു. അധികം പേരും നിരായുധരും മുറിവേറ്റവരുമായിട്ടാണ് ഓടിപ്പോയത്. ലിസിയാസ് തന്നെയും അപഹാസ്യമായി പലായനം ചെയ്താണ് രക്ഷപ്പെട്ടത്. സമാധാന ഉടമ്പടി. എന്നാൽ ലിസിയാസ് ബുദ്ധിഹീനനല്ലായിരുന്നു. തനിക്ക് നേരിട്ട പരാജയത്തെക്കുറിച്ച് അവൻ ആലോചിച്ചു. സർവശക്തനായ ദൈവം ഹെബ്രായ പക്ഷത്ത് പോരാടിയതിനാലാണ് തനിക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയാഞ്ഞതെന്ന് അവൻ മനസ്സിലാക്കി. തുടർന്ന് അവൻ ഹെബ്രായർക്ക് രാജാവിന്റെ മൈത്രി നേടിക്കൊടുക്കാമെന്ന് ഉറപ്പുകൊടുത്തുകൊണ്ട് നീതിപൂർവകമായ വ്യവസ്ഥകളിൽ ഒത്തുതീർപ്പിന് തയ്യാറാകാൻ ഒരു സന്ദേശമയച്ചവരെ പ്രേരിപ്പിച്ചു. മക്കബെയൂസ് യഹൂദർക്ക് വേണ്ടി ലിസിയാസിന് രേഖാമൂലം സമർപ്പിച്ച അഭ്യർത്ഥനകൾ ഓരോന്നും രാജാവ് അനുവദിച്ചു. ലിസിയാസ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ മക്കബെയൂസ് പൊതുനന്മയിലുള്ള താൽപര്യം നിമിത്തം സമ്മതിച്ചു. ലിസിയാസ് യഹൂദർക്ക് ഇപ്രകാരം ഒരു കത്തെഴുതി. യഹൂദ ജനതയ്ക്ക് ലിസിയാസിന്റെ അഭിവാദനങ്ങൾ. നിങ്ങൾ അയച്ച യോഹന്നാനും അബ്സലോമും നിങ്ങൾ ഒപ്പിട്ട കത്ത് ഞങ്ങളെ ഏൽപ്പിക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചോദിക്കുകയും ചെയ്തു. രാജാവിനെ അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അറിയിച്ചു. സാധ്യമായതെല്ലാം രാജാവ് അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഭരണകൂടത്തോട് കൂറു പുലർത്തിയാൽ ഭാവിയിൽ നിങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ഞാൻ പരിശ്രമിക്കാം. ഈ കാര്യങ്ങളെക്കുറിച്ചും അവയുടെ വിശദാംശങ്ങളെക്കുറിച്ചും നിങ്ങളോട് കൂടിയാലോചന നടത്താൻ ഇവരോടും എന്റെ പ്രതിനിധികളോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. 148-ാം ആണ്ട് ദിയോസ് കോറിന്തിയൂസ് 24-ാം ദിവസം. രാജാവിന്റെ കത്ത് ഇപ്രകാരമായിരുന്നു. അന്ത്യോക്കസ് രാജാവിൽ നിന്ന് തന്റെ സഹോദരൻ ലിസിയാസിന് മംഗളാശംസകൾ.
നമ്മുടെ പിതാവ് ദേവന്മാരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞു. പ്രജകൾ നിർവിഘ്നം ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഗ്രീക്ക് ആചാരങ്ങൾ അനുഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മുടെ പിതാവ് യഹൂദർക്ക് നൽകിയ കൽപ്പന അവർക്ക് സ്വീകാര്യമല്ലെന്നും സ്വന്തം ജീവിത സമ്പ്രദായങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നെന്നും അവ പിന്തുടരാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നെന്നും നാം കേട്ടിരിക്കുന്നു. ഈ ജനതയും പ്രതിബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതിനാൽ അവരുടെ ദേവാലയം തിരിച്ചേൽപ്പിക്കണമെന്നും പൂർവിക ആചാരങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അവരെ അനുവദിക്കണമെന്നും നാം ആജ്ഞാപിക്കുന്നു. അവർ നമ്മുടെ നയം മനസ്സിലാക്കി സ്വകൃത്യങ്ങൾ സന്തുഷ്ടിയോടെ അനുഷ്ഠിക്കേണ്ടതിന് നീ അവരെ ഈ സൗഹൃദ വാഗ്ദാനങ്ങൾ അറിയിക്കുന്നത് ഉചിതമായിരിക്കും. രാജ്യവാസികൾ എല്ലാവർക്കുമായി രാജാവ് എഴുതിയ കത്ത് ഇപ്രകാരമായിരുന്നു: യഹൂദരുടെ ആലോചനാ സഭയ്ക്കും മറ്റ് യഹൂദർക്കും അന്തിയോക്കസ് രാജാവിന്റെ അഭിവാദനങ്ങൾ. നിങ്ങൾക്ക് സുഖമാണെങ്കിൽ നാം കൃതാർത്ഥനാണ്. നമുക്ക് ക്ഷേമം തന്നെ. വീടുകളിലേക്ക് മടങ്ങാനും സൽകൃത്യങ്ങളിൽ വ്യാപൃതരാകാനും നിങ്ങൾ ഇച്ഛിക്കുന്നെന്ന് മെനേലാവൂസ് നമ്മെ അറിയിച്ചിരിക്കുന്നു. സാന്തിക്കൂസിന്റെ 30-ാം ദിനത്തിനു മുൻപ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവർക്കെല്ലാം നമ്മുടെ മൈത്രി ഉണ്ടായിരിക്കും. തങ്ങളുടെ ഭക്ഷണരീതിയും നിയമങ്ങളും തുടർന്നും പാലിക്കാൻ യഹൂദർക്ക് പൂർണ്ണ അനുവാദം നൽകിയിരിക്കുന്നു. അറിയാതെ ചെയ്ത തെറ്റിന് ആരെയും അലട്ടുന്നതല്ല. നിങ്ങൾക്ക് ധൈര്യം പകരാൻ മെനേലാവൂസിനെ അങ്ങോട്ട് അയച്ചിരിക്കുന്നു. മംഗളം ഭവിക്കട്ടെ. 148-ാം ആണ്ട്, സാന്തിക്കൂസ്, 15-ാം ദിനം. റോമാക്കാരും യഹൂദർക്ക് ഒരു കത്തയച്ചു. റോമാക്കാരുടെ പ്രതിനിധികളായ ക്വിന്റൂസ് മെമ്മിയൂസ്, തീത്തൂസ് മാനിയൂസ് എന്നിവരിൽ നിന്ന് യഹൂദ ജനതയ്ക്ക് അഭിവാദനങ്ങൾ. രാജബന്ധുവായ ലിസിയാസ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ഞങ്ങളും അംഗീകരിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങൾ അവൻ രാജാവിന്റെ തീരുമാനത്തിന് വിട്ടിട്ടുണ്ടല്ലോ. അവയെക്കുറിച്ച് അവധാനപൂർവം ആലോചിച്ച് എത്രയും വേഗം ഒരു ദൂതനെ അയച്ച് വിവരം ഞങ്ങളെ അറിയിച്ചാൽ നിങ്ങൾക്ക് യോജിച്ച നിർദ്ദേശങ്ങൾ ഉന്നയിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങൾ അന്ത്യോക്യയിലേക്ക് പുറപ്പെടുകയാണ്. അതിനാൽ നിങ്ങളുടെ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് ദൂതൻ മുഖേന ഉടനെ അറിയിക്കുവിൻ. മംഗളം ഭവിക്കട്ടെ. 148-ാം ആണ്ട്, സാന്തിക്കൂസ്, 15-ാം ദിനം. മക്കബയരുടെ 2-ാം പുസ്തകം, 12-ാം അധ്യായം. യൂദാസിന്റെ പ്രതികാരം. ഉടമ്പടി ഉണ്ടാക്കിയതിനു ശേഷം ലിസിയാസ് രാജാവിന്റെ അടുക്കിലേക്കും യഹൂദർ തങ്ങളുടെ കൃഷിസ്ഥലങ്ങളിലേക്കും മടങ്ങി. എന്നാൽ സൈപ്രസ് ദേശാധിപതിയായ നിക്കാനോറും മറ്റു ദേശാധിപതികളായ തെമോത്തിയോസ്, ഗന്നയൂസിന്റെ പുത്രൻ അപ്പോളോണിയൂസ്, ഹിയറോണിമൂസ്, ദമോഫോൺ എന്നിവരും യഹൂദരെ ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കാൻ അനുവദിച്ചില്ല. ജോപ്പായിൽ നിന്നുള്ള ചിലർ ഇങ്ങനെ ഒരു നീചകൃത്യം ചെയ്തു. തങ്ങൾ ഒരുക്കി നിർത്തിയിരുന്ന വഞ്ചിയിൽ ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം കയറാൻ തങ്ങളുടെ ഇടയിൽ പാർത്തിരുന്ന യഹൂദരെ അവർ ക്ഷണിച്ചു. യഹൂദരോട് വിരോധമൊന്നുമില്ലെന്ന് അവർ നടിച്ചു. ശത്രു പൊതുസമ്മതപ്രകാരം ആസൂത്രണം ചെയ്ത പ്രവൃത്തിയായിരുന്നു അത്. അവരുമായി സമാധാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ച യഹൂദർ അപകടശങ്കയന്യേ ക്ഷണം സ്വീകരിച്ചു. 200-ഓളം വരുന്ന അവരെ ജോപ്പാക്കാർ പുറംകടലിലേക്ക് നയിച്ച് മുക്കിക്കൊന്നു. തന്റെ നാട്ടുകാരോട് ചെയ്ത ഈ ക്രൂരതയെപ്പറ്റി കേട്ട യൂദാസ് സൈന്യത്തിന് നിർദ്ദേശം നൽകി. നീതിയുറ്റ വിധിയാളനായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് സഹോദരരുടെ കൊലയാളികളെ ആക്രമിച്ചു. രാത്രി തുറമുഖത്തിന് തീ വയ്ക്കുകയും വഞ്ചികൾ ചുട്ടരിക്കുകയും അവിടെ അഭയം തേടിയവരെ എല്ലാം വധിക്കുകയും ചെയ്തു. നഗരകവാടങ്ങൾ അടച്ചിരുന്നതിനാൽ പിന്നീട് വന്ന് ജോപ്പ നിവാസികളെ ഇല്ലായ്മ ചെയ്യാമെന്ന് തീരുമാനിച്ചവൻ മടങ്ങി. എന്നാൽ യാമ്നിയക്കാരും തങ്ങളുടെ മധ്യേ വസിച്ചിരുന്ന യഹൂദരെ ഇപ്രകാരം നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞു. അവൻ രാത്രി അവരെ ആക്രമിക്കുകയും തുറമുഖത്തിനും കപ്പലുകൾക്കും തീ വയ്ക്കുകയും ചെയ്തു. തീജ്വാലയുടെ പ്രകാശം 240 സ്ഥാദിയോൺ അകലെ ജെറുസലേമിൽ ദൃശ്യമായിരുന്നു. പിന്നീട് അവർ തെമോത്തിയോസിനെതിരെ 9 സ്ഥാദിയോണിലധികം മുന്നേറിയപ്പോൾ 5000-ലേറെ കാലാൽ പടയാളികളോടും 500-ൽ പരം കുതിരപ്പടയാളികളോടും കൂടെ അറബികൾ അവരെ ആക്രമിച്ചു. ഉഗ്രമായ പോരാട്ടത്തിന് ശേഷം ദൈവസഹായത്താൽ യൂദാസും സൈന്യവും വിജയം നേടി. അപ്പോൾ
പരാജയപ്പെട്ട ആ നാടോടികൾ യൂദാസിനോട് മൈത്രിക്ക് അപേക്ഷിച്ചു. കന്നുകാലികളെ നൽകാമെന്നും മറ്റ് എല്ലാവിധത്തിലും ജനത്തെ സഹായിക്കാമെന്നും അവർ വാഗ്ദാനം ചെയ്തു. തീർച്ചയായും അവരെ കൊണ്ട് പല പ്രകാരത്തിലും ഉപകാരമുണ്ടാകുമെന്ന് കരുതി അവൻ അവരുമായി സമാധാനം സ്ഥാപിക്കാൻ തയ്യാറായി. സഖ്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം അവർ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അനന്തരം യൂദാസ് കോട്ടകൊത്തളങ്ങളാൽ ബലിഷ്ഠവും വിവിധ വർഗക്കാരായ വിജാതിയർ വസിച്ചിരുന്നതുമായ കാസ്പിൻ നഗരം ആക്രമിച്ചു. കോട്ടയുടെ ബലത്തിലും ഭക്ഷണ സാധനങ്ങളുടെ സമൃദ്ധിയിലും വിശ്വസിച്ച് അഹങ്കരിച്ചിരുന്ന നഗരവാസികൾ യൂദാസിനെയും അനുയായികളെയും പരിഹസിക്കുകയും അവരുടെ നേരെ അസഭ്യം വർഷിക്കുകയും ദൈവദൂഷണം പറയുകയും ചെയ്തു. എന്നാൽ യൂദാസും സൈന്യവും യന്ത്രമുട്ടികളോ മറ്റ് യുദ്ധോപകരണങ്ങളോ കൂടാതെ ജോഷുവയുടെ കാലത്ത് ജെറീക്കോയെ നിലംപതിപ്പിച്ച ലോകാധിനാഥനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കോട്ടയുടെ മേൽ ഉഗ്രമായ ആക്രമണം ആരംഭിച്ചു. ദൈവേഷ്ടത്താൽ നഗരം അവർ കീഴടക്കി. അസംഖ്യം പേരെ വധിച്ചു. തൊട്ടടുത്തുള്ളതും 2 സ്താദിയോൺ വീതിയുള്ളതുമായ തടാകത്തിൽ രക്തം കവിഞ്ഞൊഴുകുന്നതായി കാണപ്പെട്ടു. അവിടെ നിന്ന് 750 സ്താദിയോൺ ചെന്നപ്പോൾ കരാക്സിൽ ഥൂബിയാനി എന്ന് വിളിക്കപ്പെടുന്ന യഹൂദരുടെ അടുത്തെത്തി. തിമോത്തിയോസിനെ ആ പ്രദേശത്ത് അവർ കണ്ടെത്തിയില്ല. ശക്തമായ കാവൽ സേനയെ ഒരു ദിക്കിൽ നിയോഗിച്ചിരുന്നെങ്കിലും ഒന്നും നേടാതെ അവൻ സ്ഥലം വിട്ടിരുന്നു. മക്കബെയൂസിന്റെ കീഴിലുണ്ടായിരുന്ന ദൊസിത്തേവൂസ്, സോസിപാത്തർ എന്നീ പടനായകന്മാർ സൈന്യത്തെ നയിച്ച് ശക്തിദുർഗങ്ങളിൽ തിമോത്തിയോസ് നിർത്തിയിരുന്ന 10,000-ൽ പരം പടയാളികളെ കൊന്നു. മക്കബെയൂസ് സൈന്യത്തെ പല ഗണങ്ങളായി വിഭജിച്ച് ഓരോന്നിനും നായകന്മാരെ നിയോഗിച്ചതിനു ശേഷം 1,20,000 കാലാൾ പടയാളികളും 2,500 കുതിരപ്പടയാളികളുമൊത്ത് പാലായനം ചെയ്ത് തിമോത്തിയോസിനെ അനുധാവനം ചെയ്തു. യൂദാസ് അടുത്തു വരുന്നു എന്ന് അറിഞ്ഞ തിമോത്തിയോസ് സ്ത്രീകളെയും കുട്ടികളെയും ഭാണ്ഡങ്ങളോടൊപ്പം കർണായിം എന്ന സ്ഥലത്തേക്ക് അയച്ചു. എന്തെന്നാൽ ആ സ്ഥലം ഇടുങ്ങിയ മാർഗങ്ങളോട് കൂടിയതും ദുർഗമവും ആയതിനാൽ ആക്രമണ സാധ്യത കുറഞ്ഞതായിരുന്നു. യൂദാസിന്റെ സൈന്യത്തിൽ ആദ്യ ഗണത്തെ കണ്ടപ്പോൾ തന്നെ ശത്രുക്കൾ സർവദർശിയായവന്റെ ദർശനത്തിൽ ഭയവിഹുലരായി ഇടംവലം നോക്കാതെ ചിതറിപ്പായുകയും പലപ്പോഴും പരസ്പരം ഏറ്റുമുട്ടി സ്വന്തം വാളാൽ മുറിവേൽക്കുകയും ചെയ്തു. യൂദാസ് ആവേശപൂർവ്വം പിന്തുടർന്ന് ആ പാപികളെ വാളിനിരയാക്കി. 30,000-ഓളം പേർ വധിക്കപ്പെട്ടു. ദൊസിത്തേവൂസിന്റെയും സോസിപാത്തറിന്റെയും സൈന്യത്തിന്റെ പിടിയിൽ തിമോത്തിയോസ് അകപ്പെട്ടു. എന്നാൽ അവൻ അവരിൽ പലരുടെയും മാതാപിതാക്കളും ചിലരുടെ സഹോദരരും തന്റെ അധീനതയിലുണ്ടെന്നും അവർക്കൊരു പരിഗണനയും ലഭിക്കുകയില്ലെന്നും കൗശലപൂർവ്വം വ്യാജം പറഞ്ഞ് തന്നെ സുരക്ഷിതനായി വിട്ടയക്കണമെന്നപേക്ഷിച്ചു. തങ്ങളുടെ സഹോദരരെ സുരക്ഷിതമായി തിരിച്ചേൽപ്പിക്കാമെന്ന് തിമോത്തിയോസ് ഉറപ്പുകൊടുത്തതിനാൽ അവരുടെ രക്ഷയെ ഓർത്ത് അവനെ അവർ വിട്ടയച്ചു. അനന്തരം യൂദാസ് കർണായിമിനും അദർഗാത്തീസ് ക്ഷേത്രത്തിനുമെതിരെ പട നയിച്ച് 20,000 പേരെ വധിച്ചു. ഇവരെ നശിപ്പിച്ചതിനു ശേഷം അവൻ വിവിധ വർഗക്കാരായ ആളുകളോട് കൂടെ ലിസിയാസ് പാർത്തിരുന്ന സുരക്ഷിത നഗരമായ എഫ്രാണിന് എതിരെ നീങ്ങി. കോട്ടയുടെ രക്ഷയ്ക്ക് നിലകൊണ്ടിരുന്ന ധീരരായ യുവാക്കൾ ശക്തമായി എതിർത്തു. അവിടെ യുദ്ധോപകരണങ്ങളും ചുഴറ്റുചക്രങ്ങളും ധാരാളമായി ശേഖരിച്ചു വച്ചിരുന്നു. എന്നാൽ യഹൂദർ ശത്രുബലം തകർക്കുന്ന സർവശക്തനെ വിളിച്ചപേക്ഷിച്ച് നഗരം കീഴടക്കി. അവിടെ ഉണ്ടായിരുന്നവരിൽ 25,000-ഓളം പേരെ വധിച്ചു. അനന്തരം അവിടെ നിന്ന് പുറപ്പെട്ട് അവർ ജെറുസലേമിന് 600 സ്താദിയോൺ അകലെയുള്ള സ്കിത്തോപോളീസിലേക്ക് തിടുക്കത്തിൽ പോയി. അവിടെ താമസിച്ചിരുന്ന യഹൂദർ സ്കിത്തോപോളീസിലെ ജനങ്ങൾ തങ്ങളോട് കാണിച്ച സന്മനസ്സിനും കഷ്ടകാലങ്ങളിൽ തങ്ങൾക്ക് നൽകിയ പരിചരണത്തിനും സാക്ഷ്യം നൽകി. അതിനാൽ അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും ഭാവിയിലും തങ്ങളുടെ വംശത്തോട് സന്മനസ് കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിനു ശേഷം ആഴ്ചകളുടെ തിരുനാൾ ആസന്നമായിരുന്നതിനാൽ ജെറുസലേമിലേക്ക് അവർ മടങ്ങി. പന്തക്കുസ്ത തിരുനാൾ കഴിഞ്ഞ് അതിവേഗം അവർ ഇദുമിയായുടെ അധിപതിയായ ഗോർജിയാസിനെതിരെ നീങ്ങി. അവൻ 3000 കാലാൽ പടയാളികളോടും 400 കുതിരപ്പടയാളികളോടുമൊത്ത് അവർക്കെതിരെ വന്നു. ആ ഏറ്റുമുട്ടലിൽ ഏതാനും യഹൂദർ നിലം പതിച്ചു. അപ്പോൾ
ബക്കേനോറിന്റെ അനുയായിയും ബലിഷ്ഠനുമായ ദൊസിത്തേവൂസ് അശ്വാരൂഢനായി വന്ന് ഗോർജിയാസിനെ കടന്നു പിടിച്ചു. ആ ശപിക്കപ്പെട്ടവനെ ജീവനോടെ സൂക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച് അവന്റെ മേലങ്കിയിൽ പിടിച്ച് വലിച്ചിഴച്ചു. അപ്പോൾ ത്രാസിയാക്കാരനായ ഒരു കുതിരപ്പടയാളി ചാടി വീണ് ദൊസിത്തേവൂസിന്റെ കരം ഛേദിച്ചു കളഞ്ഞു. ഗോർജിയാസ് രക്ഷപ്പെട്ട് മരീസായിലെത്തി. എസ്ദ്രീസും കൂട്ടരും വളരെ നേരം പോരാടി. ക്ഷീണിച്ചപ്പോൾ കർത്താവാണ് തങ്ങളുടെ സഹായകനും യുദ്ധനായകനും എന്ന് തെളിയിക്കാൻ യൂദാസ് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു. അനന്തരം അവൻ പിതാക്കന്മാരുടെ ഭാഷയിൽ കീർത്തനങ്ങൾ ആലപിച്ച് പോർവിളി നടത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായ സമയത്ത് ഗോർജിയാസിന്റെ സേനയെ ആക്രമിച്ച് അവരെ തുരത്തി. മരിച്ചവർക്കു വേണ്ടി ബലി. യൂദാസ് തന്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി അദുല്ലാം നഗരത്തിലേക്ക് പോയി. 7-ാം ദിവസം സമീപിച്ചിരുന്നതിനാൽ അവർ മുറപ്രകാരം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സാബത്ത് ആചരിച്ചു. യുദ്ധത്തിൽ മൃതിയടഞ്ഞവരെ പിതൃകുടീരങ്ങളിൽ അടക്കം ചെയ്യുക ആവശ്യമായിരുന്നതിനാൽ യൂദാസും അനുയായികളും പിറ്റേന്ന് തന്നെ ജഡങ്ങൾ എടുത്തുകൊണ്ടുവരാൻ പുറപ്പെട്ടു. അവർ മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾക്കിടയിൽ യാമ്നിയായിലെ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത തകിടുകൾ കണ്ടു. യഹൂദർക്ക് ഇത് ധരിക്കുക നിഷിദ്ധമായിരുന്നു. ഇവർ മരിക്കാൻ കാരണം അതാണെന്ന് ഏവർക്കും വ്യക്തമായി. നീതിമാനായ വിധിയാളനും നിഗൂഢമായവയെ വെളിപ്പെടുത്തുന്നവനുമായ കർത്താവിന്റെ മാർഗങ്ങളെ അവർ വാഴ്ത്തി. ഇവരുടെ ഈ പാപം തുടച്ചു മാറ്റണമെന്ന് യാചിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകി. പാപം നിമിത്തം മരണത്തിന് ഇരയായവർക്ക് സംഭവിച്ചതെന്തെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായ യൂദാസ് ഉപദേശിച്ചു. അനന്തരം അവൻ അവരിൽ നിന്ന് 2000-ഓളം ദ്രാഗ്മ വെള്ളി പിരിച്ചെടുത്ത് പാപപരിഹാര ബലിക്കായി ജെറുസലേമിലേക്ക് അയച്ചുകൊടുത്തു. പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഉറച്ച് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ. മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവുമാകുമായിരുന്നു. എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ്. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിനു വേണ്ടി അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. മക്കബയരുടെ 2-ാം പുസ്തകം 13-ാം അധ്യായം. മെനലാവൂസിന്റെ വധം. അന്തിയോക്കസ് യൂപ്പാത്തോർ യൂദയായ്ക്കെതിരെ ഒരു വൻ സേനയുമായി വരുന്നെന്ന് 149-ാം ആണ്ട് യൂദാസിനും അനുചരന്മാർക്കും അറിവ് കിട്ടി. അന്തിയോക്കസിന്റെ രക്ഷാകർത്താവും ഭരണ ചുമതല വഹിക്കുന്നവനുമായ ലിസിയാസും അവനോടൊത്തുണ്ടായിരുന്നു. ഗ്രീക്ക് സൈന്യത്തിൽപ്പെട്ട 1,40,000 കാലാൾ പടയാളികളും 5,300 കുതിരപ്പടയാളികളും 22 ആനകളും കത്തി ഘടിപ്പിച്ച 300 രഥങ്ങളും അവരെ അനുഗമിച്ചിരുന്നു. മെനലാവൂസും അവനോട് ചേർന്ന് അവനെ പ്രോത്സാഹിപ്പിച്ചു. രാജ്യനന്മയിലുള്ള താൽപര്യത്താലല്ല, സ്ഥാനമോഹത്താൽ പ്രേരിതനായിട്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത്. എന്നാൽ രാജാക്കന്മാരുടെ രാജാവായവൻ ആ നീചനെതിരെ അന്തിയോക്കസിന്റെ ക്രോധമുണർത്തി. ഇവനാണ് സകല കുഴപ്പങ്ങൾക്കും കാരണമെന്ന് ലിസിയാസ് ധരിപ്പിച്ചതിനെ തുടർന്ന് രാജാവ് അവനെ ബറോയായിൽ കൊണ്ടുപോയി അവിടുത്തെ ആചാരമനുസരിച്ച് വധിക്കാൻ കൽപ്പന നൽകി. അവിടെ 50 മുഴം ഉയരമുള്ളതും ചാരനിറമുള്ളതുമായ ഒരു ഗോപുരമുണ്ട്. ഏത് വശത്തു നിന്ന് എന്തിനേയും ചാരത്തിലേക്ക് കുത്തനെ വീഴ്ത്താവുന്ന ഒരു യാന്ത്രിക ചക്രം അതിനു ചുറ്റും പിടിപ്പിച്ചിരിക്കുന്നു. ദേവാലയ ധ്വംസകനോ മറ്റു കുറ്റങ്ങൾക്ക് കുപ്രസിദ്ധനോ ആയ ആരെയും അവർ അതിൽ തള്ളിയിട്ട് വധിക്കുന്നു. ഇപ്രകാരം ഒരു മരണത്തിനാണ് നിയമലംഘകനായ മെനലാവൂസ് വിധിക്കപ്പെട്ടത്. ശവസംസ്കാരം പോലും അവന് ലഭിച്ചില്ല. ഏത് ബലിപീഠത്തിലെ അഗ്നിയും ചാരവും വിശുദ്ധമാണോ ആ ബലിപീഠത്തിനെതിരായി പാപം ചെയ്തു കൂട്ടിയ മെനലാവൂസ് ചാരത്തിൽ കിടന്ന് മരിച്ചത് തികച്ചും നീതിയുക്തമാണ്. യഹൂദർ അന്തിയോക്കസിനെതിരെ. രാജാവ് കൊടിയ ഗർവോടെ തന്റെ പിതാവിന്റെ കാലത്ത് നടത്തിയതിനേക്കാൾ നീചമായ തിന്മ യഹൂദരോട് ചെയ്യാൻ തുനിഞ്ഞു. ഇത് കേട്ട യൂദാസ് ജനത്തോട് തങ്ങളുടെ നിയമവും നാടും വിശുദ്ധ ദേവാലയവും നഷ്ടപ്പെടാറായിരിക്കുന്ന ഈ വിപത്സന്ധിയിൽ തങ്ങളെ സഹായിക്കണമേ എന്നും ജീവൻ വീണ്ടെടുത്തു തുടങ്ങുന്ന തങ്ങൾ
ദൈവദൂഷകരായ വിജാതിയരുടെ കൈകളിൽ വീഴാൻ അനുവദിക്കരുതേ എന്നും രാപകൽ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കാൻ ആജ്ഞാപിച്ചു. അവർ ഒന്നു ചേർന്ന് ഉപവാസമനുഷ്ഠിച്ചുകൊണ്ട് കൃപാമയനായ കർത്താവിനോട് 3 ദിവസം തുടർച്ചയായി സാഷ്ടാംഗം വീണ് കേണപേക്ഷിച്ചു. അതിനുശേഷം യൂദാസ് യുദ്ധസന്നദ്ധരായിരിക്കാൻ അവരെ ആഹ്വാനം ചെയ്തു. ശ്രേഷ്ഠന്മാരോട് രഹസ്യത്തിൽ ആലോചിച്ചതിനു ശേഷം രാജസൈന്യം യൂദായിലെത്തി. നഗരം കീഴടക്കുന്നതിന് മുൻപ് പുറത്തേക്ക് കടക്കാനും ദൈവസഹായത്തോടെ കാര്യങ്ങൾ തീരുമാനത്തിലെത്തിക്കാനും അവൻ നിശ്ചയിച്ചു. അങ്ങനെ തീരുമാനം ലോക സൃഷ്ടാവിന് വിട്ടുകൊടുത്തുകൊണ്ട് അവൻ നിയമത്തിനും ദേവാലയത്തിനും നഗരത്തിനും രാജ്യത്തിനും പൊതുനന്മയ്ക്കും വേണ്ടി മരണം വരെ അഭിമാനപൂർവ്വം പോരാടാൻ ജനങ്ങളെ ഉപദേശിച്ചിട്ട് മൊദയിന് സമീപം പാളയമടിച്ചു. ദൈവത്തിന്റെ വിജയം എന്ന അടയാള വാക്ക് അവൻ അവർക്ക് നൽകി. തുടർന്ന് അതിധീരന്മാരായ യുവസൈനികന്മാരോട് കൂടെ രാത്രിയിൽ രാജമണ്ഡപം ആക്രമിക്കുകയും 2000 പേരെ പാളയത്തിൽ വെച്ച് തന്നെ വധിക്കുകയും ചെയ്തു. മുൻനിരയിലെ ആനയെയും പാപ്പാനെയും അവൻ കുത്തിക്കൊന്നു. പാളയത്തിലുടനീളം ഭീതിയും അങ്കലാപ്പും പരത്തിയിട്ട് വിജയികളായി അവർ മടങ്ങി. യൂദാസിന് കർത്താവിന്റെ സഹായവും സംരക്ഷണവും ഉണ്ടായിരുന്നതിനാൽ അരുണോദയത്തോടെ ഇതെല്ലാം കഴിഞ്ഞു. യഹൂദരുടെ നിർഭയത്വം അനുഭവിച്ചറിഞ്ഞ് രാജാവ് അവരുടെ ആസ്ഥാനങ്ങൾ ആക്രമിക്കുന്നതിന് യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിച്ചു. അവൻ അവരുടെ ശക്തിദുർഗമായ ബേസൂറിന്റെ നേരെ നീങ്ങി, എന്നാൽ തിരിച്ചോടിക്കപ്പെട്ടു. അവൻ വീണ്ടും ആക്രമിക്കുകയും പരാജയമടയുകയും ചെയ്തു. കാവൽ സേനയ്ക്ക് ആവശ്യമായതെല്ലാം യൂദാസ് എത്തിച്ചുകൊടുത്തു. എന്നാൽ യഹൂദ സൈന്യത്തിൽപ്പെട്ട റൊദോക്കൂസ് എന്നൊരുവൻ ശത്രുവിന് രഹസ്യ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തു. അവനെ അവർ അന്വേഷിച്ച് പിടിച്ച് കാരാഗ്രഹത്തിലാക്കി. രാജാവ് വീണ്ടും ബേസൂർ നിവാസികളുമായി കൂടിയാലോചന നടത്തുകയും വാഗ്ദാനങ്ങൾ കൈമാറുകയും അതനുസരിച്ച് പിൻവാങ്ങുകയും ചെയ്തു. വീണ്ടും യൂദാസിനെയും അനുചരന്മാരെയും അവൻ ആക്രമിച്ചു, എന്നാൽ പരാജയപ്പെട്ടു. താൻ ഭരണ ചുമതല ഏൽപ്പിച്ചിരുന്ന ഫിലിപ്പ് തത്സമയം അന്ത്യോക്യയിൽ കലാപം സൃഷ്ടിക്കുന്നുവെന്ന് രാജാവ് കേട്ടു. അവൻ പരിഭ്രാന്തി പൂണ്ട് യഹൂദരെ വിളിച്ചു വരുത്തി. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാമെന്ന് ശപഥം ചെയ്തു. അവരുമായി ഉടമ്പടി ചെയ്ത് അവൻ ബലിയർപ്പിക്കുകയും ഉദാരമായ സംഭാവന കൊണ്ട് ദേവാലയത്തോടും വിശുദ്ധ സ്ഥലത്തോടും ആദരം കാണിക്കുകയും ചെയ്തു. സമാധാന ഉടമ്പടി. അവൻ മക്കബേയൂസിനെ അംഗീകരിക്കുകയും ഹഗെ മോനിദസിനെ ടോളമായിസ് മുതൽ ഗിരാർ വരെയുള്ള പ്രദേശത്തെ ഭരണാധിപനായി നിയോഗിക്കുകയും ചെയ്തിട്ട് ടോളമായിസിലേക്ക് പോയി. അവിടുത്തെ ജനം ആ ഉടമ്പടിയുടെ പേരിൽ ക്രുദ്ധരായിരുന്നു. അതിലെ വ്യവസ്ഥകൾ അസാധുവാക്കണമെന്നുവരെ അവർ കോപം പൂണ്ട് ആവശ്യപ്പെട്ടു. എന്നാൽ ലിസിയാസ് പൊതുവേദിയിൽ കയറി നിന്ന് ഉടമ്പടിയിലെ വ്യവസ്ഥകളെ ശക്തമായി പിന്താങ്ങി. അവരെ ബോധ്യപ്പെടുത്തി ശാന്തരാക്കി. അവരുടെ സൗമനസ്യം നേടി. അനന്തരം അവൻ അന്ത്യോക്യയിലേക്ക് പുറപ്പെട്ടു. ഇപ്രകാരമായിരുന്നു രാജാവിന്റെ ആക്രമണവും പിൻവാങ്ങലും. മക്കബായരുടെ 2-ാം പുസ്തകം 14-ാം അധ്യായം. അൽക്കിമൂസിന്റെ തന്ത്രം. 3 കൊല്ലത്തിന് ശേഷം സെലൂക്യസിന്റെ പുത്രൻ ദെമിത്രിയൂസ് കടൽമാർഗം സുശക്തമായ ഒരു സേനയോടും കപ്പൽ പടയോടും കൂടെ ത്രിപ്പോളിസ് തുറമുഖത്തെത്തിയിരിക്കുന്നു എന്ന് യൂദാസും അനുചരന്മാരും കേട്ടു. അവൻ അന്തിയോക്കസിനെയും അവന്റെ രക്ഷാകർത്താവായ ലിസിയാസിനെയും നിഗ്രഹിച്ച് രാജ്യം കൈവശപ്പെടുത്തിയിരിക്കുന്നുവെന്നും അവർ അറിഞ്ഞു. പ്രധാന പുരോഹിതനായിരുന്നെങ്കിലും പിന്നീട് ഛിദ്രത്തിന്റെ കാലത്ത് സ്വമനസ്സ മലിനനായി തീർന്ന അൽക്കിമൂസ് എന്നൊരുവൻ തനിക്ക് നിർബാധം ജീവിക്കാനോ വീണ്ടും ബലിപീഠത്തിൽ ശുശ്രൂഷിക്കാനോ മാർഗമില്ലെന്ന് മനസ്സിലാക്കി. അവൻ 151-ാം ആണ്ട് ദെമിത്രിയൂസ് രാജാവിന്റെ അടുത്തെത്തി ആചാരമനുസരിച്ച് ഒരു സ്വർണ്ണമകുടവും ഈന്തപ്പന കൈയും ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ഏതാനും ഒലിവ് ശാഖകളും സമ്മാനിച്ചു. അന്നേ ദിവസം അവൻ ഒന്നും സംസാരിച്ചില്ല. എന്നാൽ ദെമിത്രിയൂസ് അവനെ കാര്യാലോചന സംഘത്തിലേക്ക് ക്ഷണിക്കുകയും യഹൂദരുടെ താൽപര്യങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് ആരായുകയും ചെയ്തപ്പോൾ അവന് തന്റെ ഭ്രാന്ത ലക്ഷ്യങ്ങൾ ഉന്നയിക്കാൻ അവസരം ലഭിച്ചു. അവൻ പറഞ്ഞു, യൂദാസ് മക്കബയൂസിന്റെ നേതൃത്വത്തിൽ ഹസിദേയർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു യഹൂദ സമൂഹമുണ്ട്. അവരാണ് യുദ്ധവും കലാപവും വളർത്തുന്നത്. രാജ്യത്ത് ശാന്തി കൈവരാൻ അവർ സമ്മതിക്കുകയില്ല. അതിനാലാണ് എനിക്ക് പൈതൃകമായി ലഭിച്ചിട്ടുള്ള പദവി, പ്രധാന പുരോഹിത സ്ഥാനം ഉപേക്ഷിച്ച് ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്ക് രാജാവിന്റെ കാര്യങ്ങളിലുള്ള ആത്മാർത്ഥമായ താല്പര്യമാണ് എന്നെ ഇങ്ങോട്ട് നയിച്ച ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത് സഹപൗരന്മാരെക്കുറിച്ചുള്ള ശ്രദ്ധ.
ഞാൻ മുൻപ് സൂചിപ്പിച്ച കൂട്ടരുടെ നിരുത്തരവാദപരമായ പ്രവൃത്തികൾ നിമിത്തം ഞങ്ങളുടെ രാജ്യം മുഴുവൻ ദുരിതത്തിലാണ്ടിരിക്കുന്നു. കാര്യങ്ങൾ അങ്ങ് സൂക്ഷ്മമായി അറിഞ്ഞിരിക്കുന്നതിനാൽ മഹാരാജാവെ, അങ്ങേക്ക് എല്ലാവരോടുമുള്ള ദയാവായ്പ് ഞങ്ങളോടും ദുരിതമനുഭവിക്കുന്ന ഞങ്ങളുടെ ജനത്തോടും ഉണ്ടായിരിക്കണമേ. യൂദാസ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം രാജ്യത്ത് സമാധാനം ഉണ്ടാവുകയില്ല. അൽക്കീമൂസ് പറഞ്ഞു നിർത്തിയപ്പോൾ യൂദാസിന്റെ വൈരികളായ രാജസുഹൃത്തുക്കൾ ദെമത്രിയൂസിന്റെ കോപാഗ്നിയെ ആളിക്കത്തിച്ചു. യൂദാസിനെ വധിച്ച് അവന്റെ അനുയായികളെ ചിതറിക്കാനും മഹത്തായ ദേവാലയത്തിന്റെ പ്രധാന പുരോഹിതനായി അൽക്കീമൂസിനെ പ്രതിഷ്ഠിക്കാനും വേണ്ടി ഗജസേനയുടെ നായകനായ നിക്കാനോറിനെ ദെമത്രിയൂസ് യൂദയായുടെ ഭരണകർത്താവായി നിയമിച്ചു. യൂദാസിനെ ഭയന്ന് ഓടിപ്പോയ യൂദയായിൽ എങ്ങുമുള്ള വിജാതിയർ യഹൂദർക്ക് ഭവിക്കുന്ന അനർത്ഥങ്ങളും ആപത്തുകളും തങ്ങൾക്ക് ശ്രേയസ് വരുത്തുമെന്ന് വിചാരിച്ച് നിക്കാനോറിന്റെ പക്ഷം ചേർന്നു. നിക്കാനോറും യൂദാസും മിത്രങ്ങൾ. നിക്കാനോറിന്റെ വരവും വിജാതിയരുടെ ഒരുമിച്ചു കൂടലും അറിഞ്ഞ യഹൂദജനം ശിരസിൽ പൂഴി വിതറുകയും തന്റെ ജനത്തെ എന്നേക്കുമായി സ്ഥാപിച്ചവനും തന്റെ അവകാശമായ ജനത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തി സദാ തുണയ്ക്കുന്നവനുമായ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. നേതാവിന്റെ കൽപ്പനയനുസരിച്ച് അവർ വേഗം പുറപ്പെട്ട് ദസ്സാവ് എന്ന ഗ്രാമത്തിലെത്തി ശത്രുക്കളുമായി ഏറ്റുമുട്ടി. യൂദാസിന്റെ സഹോദരൻ ശിമയോൻ നിക്കാനോറിനെ നേരിട്ടുവെങ്കിലും ശത്രുവിന്റെ അപ്രതീക്ഷിതമായ മുന്നേറ്റം അവനെ അമ്പരപ്പിച്ച് തൽക്കാലത്തേക്ക് തടഞ്ഞു നിർത്തി. യൂദാസിന്റെയും അനുചരന്മാരുടെയും ധീരതയും തങ്ങളുടെ നാടിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ പ്രകടിപ്പിക്കുന്ന വീര്യവും അറിഞ്ഞ നിക്കാനോർ രക്തച്ചൊരിച്ചിലൂടെ കാര്യത്തിന് തീരുമാനമുണ്ടാക്കാൻ മടിച്ചു. സൗഹൃദ ഉടമ്പടിക്കായി അവൻ പൊസിദോനിയൂസ്, തെയോദോത്തൂസ്, മത്താത്തിയാസ് എന്നിവരെ അവരുടെ അടുക്കലേക്ക് അയച്ചു. വ്യവസ്ഥകളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തതിനു ശേഷം നേതാവ് സൈന്യത്തെ വിവരം ധരിപ്പിച്ചു. എല്ലാവരും ഏക അഭിപ്രായക്കാരായിരുന്നതിനാൽ ഉടമ്പടിക്ക് സമ്മതം നൽകി. അനന്തരം നേതൃസമ്മേളനത്തിന് ദിവസം നിശ്ചയിച്ചു. ഇരു സൈന്യത്തിലും നിന്ന് ഓരോ രഥം മുൻപോട്ട് വന്നു. പദവിക്കൊത്ത ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിരുന്നു. ശത്രുപക്ഷത്തു നിന്ന് അപ്രതീക്ഷിതമായി വരാവുന്ന ചതിപ്രയോഗങ്ങളെ തടയാൻ മർമ്മസ്ഥാനങ്ങളിൽ യൂദാസ് ആയുധധാരികളെ നിർത്തിയിരുന്നു. സമ്മേളനം യഥോചിതം നടന്നു. നിക്കാനോർ ജെറുസലേമിൽ താമസം തുടർന്നു. അവൻ അനുചിതമായി ഒന്നും പ്രവർത്തിച്ചില്ല. മാത്രമല്ല, തന്റെ പക്ഷത്ത് ചേർന്ന് നിന്നിരുന്ന ജനങ്ങളെ പിരിച്ചുവിടുകയും ചെയ്തു. അവൻ യൂദാസിനെ വിട്ടുപിരിയാതെ നിന്ന് അവനോട് ഗാഢമായ സൗഹൃദം പുലർത്തി. വിവാഹം ചെയ്യാൻ യൂദാസിനെ അവൻ നിർബന്ധിക്കുകയും അവന് സന്താനങ്ങൾ ഉണ്ടായി കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ യൂദാസ് വിവാഹിതനായി മറ്റുള്ളവരോടൊപ്പം സ്വസ്ഥ ജീവിതം നയിച്ചു. ദേവാലയത്തിനെതിരെ ഭീഷണി. എന്നാൽ അവരുടെ സൗഹൃദം കണ്ട അൽക്കീമൂസ് ഉടമ്പടി പത്രികയും കൊണ്ട് ദെമത്രിയൂസിന്റെ അടുത്തെത്തി. നിക്കാനോർ രാജ്യദ്രോഹിയായ യൂദാസിനെ തന്റെ പിൻഗാമിയായി നിയമിച്ച് രാജാവിനോട് അവിശ്വസ്തത കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ നീചന്റെ വ്യാജമായ കുറ്റാരോപണങ്ങളാൽ രാജാവ് ക്ഷുബ്ധനും കോപാക്രാന്തനുമായി. ഉടമ്പടിയിൽ താൻ അസന്തുഷ്ടനാണെന്നും ഉടനടി മക്കബയോസിനെ ബന്ധനസ്ഥനാക്കി അന്ത്യോക്യയിലേക്ക് അയക്കണമെന്നും നിക്കാനോറിന് കൽപ്പന അയച്ചു. സന്ദേശം ലഭിച്ച നിക്കാനോർ യൂദാസ് ഒരു തെറ്റും ചെയ്യാതിരിക്കെ ഉടമ്പടി അസാധുവാക്കേണ്ടി വരുന്നതോർത്ത് അസ്വസ്ഥനായി. രാജാവിനെ എതിർക്കുക അസാധ്യമായതിനാൽ തന്ത്രപൂർവം രാജകൽപ്പന നിർവഹിക്കാൻ അവൻ അവസരം കാത്തു. നിക്കാനോർ തന്നോട് കൂടുതൽ പരുഷമായി പെരുമാറുന്നുവെന്നും അവന്റെ സന്ദർശനങ്ങൾ അസാധാരണമായ കാർക്കശ്യത്തോടു കൂടെയാണെന്നും മക്കബയൂസ് കണ്ടു. അത് ദുരുദ്ദേശപരമെന്ന് മനസ്സിലാക്കി അവൻ തന്റെ അനുയായികളിൽ ഒട്ടേറെ പേരോടുകൂടെ ഒളിവിൽ പോയി. യൂദാസ് തന്നെ സമൃദ്ധമായി കബളിപ്പിച്ചിരിക്കുന്നുവെന്ന് നിക്കാനോർ കണ്ടു. അവൻ വിശുദ്ധവും മഹത്തരവുമായ ദേവാലയത്തിലെത്തി. അവിടെ പതിവനുസരിച്ച് ബലികൾ അർപ്പിച്ചുകൊണ്ടിരുന്ന പുരോഹിതന്മാരോട് അവനെ പിടിച്ചേൽപ്പിക്കാൻ ആജ്ഞാപിച്ചു. അവൻ അന്വേഷിക്കുന്ന ആൾ എവിടെയെന്ന് അറിയില്ലെന്ന് അവർ ആണയിട്ട് പറഞ്ഞപ്പോൾ അവൻ ശ്രീകോവിലിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ശപഥപൂർവം ആക്രോശിച്ചു. യൂദാസിനെ ബന്ധനസ്ഥനാക്കി ഏൽപ്പിച്ചില്ലെങ്കിൽ ഈ ദേവാലയം നശിപ്പിച്ച് ബലിപീഠം ഞാൻ തകർക്കും. തൽസ്ഥാനത്ത് ദിയോനീസൂസിന് ഒരു മഹാക്ഷേത്രം ഞാൻ പണിയും. ഇത് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയി. അപ്പോൾ പുരോഹിതന്മാർ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി തങ്ങളെ എന്നും രക്ഷിക്കുന്നവനെ വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു: സകലത്തിന്റെയും നാഥ,
ഒന്നിന്റെയും ആവശ്യം അങ്ങേക്കില്ല. എങ്കിലും ഞങ്ങളുടെ ഇടയിൽ വസിക്കാൻ ഒരാലയമുണ്ടാകാൻ അങ്ങ് മനസ്സായി. സർവപരിശുദ്ധിയുടെയും ഉടയവനായ കർത്താവെ, ഈയിടെ ശുദ്ധീകരണം കഴിഞ്ഞ ഈ ആലയത്തെ എന്നേക്കും അതിന്റെ പരിശുദ്ധിയിൽ സംരക്ഷിക്കണമേ. റാസിസിന്റെ മരണം. ജെറുസലേമിലെ ശ്രേഷ്ഠന്മാരിൽ ഒരുവനും ജനസ്നേഹിയും ജനസമ്മതനും യഹൂദരുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്നവനുമായ റാസിസിനെക്കുറിച്ച് ശത്രുക്കൾ നിക്കാനോറിന്റെ മുൻപാകെ കുറ്റാരോപണം നടത്തി. വിജാതീയരുമായി ഒരു സംസർഗവുമില്ലാതിരുന്ന കഴിഞ്ഞ കാലത്ത് യഹൂദ വിശ്വാസത്തിന്റെ പേരിൽ കുറ്റം ചുമത്തപ്പെടുകയും യഹൂദ വിശ്വാസത്തിനു വേണ്ടി തീക്ഷ്ണതാപൂർവം ശരീരവും ജീവനും അപകടത്തിലാക്കുകയും ചെയ്തവനാണ് റാസിസ്. നിക്കാനോർ തനിക്ക് യഹൂദരോടുള്ള വെറുപ്പ് തെളിയിക്കാൻ ഇച്ഛിച്ച് 500-ലധികം പടയാളികളെ അയച്ച് റാസിസിനെ ബന്ധനസ്ഥനാക്കാൻ ശ്രമിച്ചു. യഹൂദർക്കത് ആഘാതമാകുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. പടയാളികൾ ഗോപുരം പിടിച്ചടക്കുമെന്നുള്ള ഘട്ടത്തിലായി. അവർ അങ്കണ കവാടത്തോടടുത്തു. വാതിലുകൾ തീ വയ്ക്കാൻ ഉത്തരവും നൽകപ്പെട്ടു. അപകടസ്ഥിതി മനസ്സിലാക്കിയ റാസിസ് പെട്ടെന്ന് സ്വന്തം വാളിന്മേൽ വീണു. പാപികളുടെ കരങ്ങളിൽ പതിച്ചു തന്റെ കുലീന ജന്മത്തിന് യോഗ്യമല്ലാത്ത അതിക്രമങ്ങൾ സഹിക്കുന്നതിനേക്കാൾ മാന്യമായി മരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടു. എന്നാൽ ഉത്കണ്ഠയും തിടുക്കവും മൂലം വീഴ്ച ലക്ഷ്യം തെറ്റി. സൈന്യം വാതിലുകളിലൂടെ തള്ളിക്കയറിക്കൊണ്ടിരുന്നു. അവൻ ധീരതയോടെ ഓടി മതിലിൽ കയറി പടയാളികളുടെ മധ്യത്തിലേക്ക് വീരോചിതമായി ചാടി. പടയാളികൾ തിടുക്കത്തിൽ പിൻവാങ്ങി. അങ്ങനെ ഒഴിഞ്ഞു കിട്ടിയ സ്ഥലത്ത് അവൻ വീണു. അവൻ എന്നിട്ടും മരിച്ചില്ല. കോപം ജ്വലിച്ച് അവൻ എഴുന്നേറ്റു. കഠിനമായ മുറിവുകളിൽ നിന്ന് രക്തം കുതിച്ചൊഴുകി. സൈന്യത്തിനിടയിലൂടെ അവൻ പാഞ്ഞു ചെന്ന് കുത്തനെയുള്ള ഒരു പാറയിൽ കയറി. രക്തം മുഴുവൻ വാർന്നു കഴിഞ്ഞു. ഇരു കൈകൾ കൊണ്ടും തന്റെ കുടലുകൾ പറിച്ചെടുത്ത് അവ തനിക്ക് തിരിച്ചു തരണമെന്ന് ജീവന്റെയും ചേതനയുടെയും കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ആ പടയാളികളുടെ മധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ വിധമായിരുന്നു അവന്റെ മരണം. മക്കബയരുടെ 2-ാം പുസ്തകം 15-ാം അധ്യായം. നിക്കാനോറിന്റെ ദൈവദൂഷണം. യൂദാസും അനുചരന്മാരും സമരിയ പ്രദേശത്ത് എത്തിയിരിക്കുന്നുവെന്ന് നിക്കാനോർ കേട്ടു. ഏറ്റവും സുരക്ഷിതമായി വിശ്രമനാളിൽ അവരെ ആക്രമിക്കാൻ അവൻ പരിപാടി തയ്യാറാക്കി. അവനെ അനുഗമിക്കാൻ നിർബന്ധിതരായി തീർന്ന യഹൂദർ അവനോട് പറഞ്ഞു, ക്രൂരവും കിരാതവുമായ ഇത്തരം നശീകരണം തുടരരുത്. സർവദർശിയായവൻ മറ്റു ദിനങ്ങൾക്കുപരി ആദരിച്ച് ശുദ്ധീകരിച്ച ദിവസത്തെ നീ പൂജ്യമായി കരുതേണ്ടതാണ്. അപ്പോൾ ആ അഭിശപ്തൻ അവരോട് സാബത്ത് ദിനം ആചരിക്കാൻ കൽപ്പിച്ചിട്ടുള്ള ഒരു രാജാവ് സ്വർഗത്തിലുണ്ടോ എന്ന് ചോദിച്ചു. അവർ പ്രഖ്യാപിച്ചു, ജീവിക്കുന്ന കർത്താവായ സ്വർഗീയ രാജാവാണ് 7-ാം ദിവസം ആചരിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത്. അവൻ പ്രതിവചിച്ചു, ഞാനും ഭൂമിയിൽ ഒരു രാജാവാണ്. ആയുധമേന്തി രാജശാസനം അനുവർത്തിക്കാൻ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. എങ്കിലും അവന്റെ നീച താൽപര്യങ്ങൾ സഫലമാക്കാൻ അവന് കഴിഞ്ഞില്ല. ഗർഭിഷ്ഠനും ധിക്കാരിയുമായി നിക്കാനോർ യൂദാസിനെയും അനുചരന്മാരെയും കീഴടക്കി വിജയത്തിന്റെ പരസ്യ സ്മാരകം സ്ഥാപിക്കാൻ നിശ്ചയിച്ചു. യൂദാസ് ധൈര്യം പകരുന്നു. മക്കബേയൂസ് കർത്താവിന്റെ സഹായം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചുനിന്നു. വിജാതിയരുടെ ആക്രമണത്തെ പേടിക്കരുതെന്നും സ്വർഗസ്വനായ സർവശക്തനിൽ നിന്ന് മുൻപ് ലഭിച്ചിട്ടുള്ള സഹായം അനുസ്മരിച്ച് വിജയം പ്രതീക്ഷിക്കണമെന്നും തന്റെ അനുചരന്മാരെ അവൻ ഉദ്ബോധിപ്പിച്ചു. നിയമത്തിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും വാക്യങ്ങൾ ഉദ്ധരിച്ച് അവൻ അവർക്ക് ധൈര്യം പകർന്നു. തങ്ങൾ വിജയം വരിച്ച യുദ്ധങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ പൂർവാധികം ഉത്തേജിപ്പിച്ചു. അവരിൽ വീര്യമുണർത്തുകയും വിജാതിയരുടെ വിശ്വാസവഞ്ചനയും വാഗ്ദാന ലംഘനവും ചൂണ്ടിക്കാട്ടുകയും ചെയ്തതിനു ശേഷം അവൻ അവർക്ക് സമുചിതമായ നിർദ്ദേശങ്ങൾ നൽകി. പരിചകളും കുന്തങ്ങളും നൽകിയ ശുഭപ്രതീക്ഷ കൊണ്ടെന്നതിനേക്കാൾ അവൻ തന്റെ ധീരവും ഉത്തേജകവുമായ വാക്കുകൾ കൊണ്ട് അവരോരോരുത്തരെയും ആയുധമണിയിച്ചു. വിശ്വാസ്യമായ ഒരു സ്വപ്നം അഥവാ ദർശനം വിവരിച്ച് അവൻ അവർക്ക് ഉന്മേഷം പകർന്നു. ഇതായിരുന്നു ദർശനം. കുലീനനും ഗുണവാനും വിനീതനും സൗമ്യനും ഉചിത ഭാഷയും ബാല്യം മുതലേ സൽക്കർമ്മനിരതനും മുൻപ് പ്രധാന പുരോഹിത പദവി അലങ്കരിച്ചവനും ആയ ഓനിയാസ് കൈകൾ ഉയർത്തി യഹൂദ ജനതയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അതേസമയം മറ്റൊരാൾ, നരചൂടിയ അന്തസ്സുറ്റ പ്രൗഢിയും ആജ്ഞാശക്തിയും തികഞ്ഞ ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഓനിയാസ് പറഞ്ഞു,
സഹോദരരെ സ്നേഹിക്കുകയും ജനത്തിനും നഗരത്തിനും വേണ്ടി ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ. ദൈവത്തിന്റെ പ്രവാചകനായ ജെറമിയ ആണിത്. ജെറമിയ വലത്തുകരം നീട്ടി യൂദാസിന് ഒരു സുവർണ ഖഡ്ഗം നൽകിക്കൊണ്ട് പറഞ്ഞു, ഈ വിശുദ്ധ ഖഡ്ഗം സ്വീകരിക്കുക. ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണിത്. ഇതുകൊണ്ട് നീ എതിരാളികളെ നിഗ്രഹിക്കും. നിക്കാനോറിന്റെ പതനം. വീര്യവും പൗരുഷവും പകരുന്ന യൂദാസിന്റെ ശ്രേഷ്ഠമായ വാക്കുകളാൽ ഉത്തേജിതരായ യുവാക്കൾ പാളയമടിച്ച് കിടക്കാതെ എതിരാളികളെ നേരിടാനും കാര്യത്തിന് തീരുമാനമുണ്ടാക്കാനും ഉറച്ചു. എന്തെന്നാൽ നഗരവും ശ്രീകോവിലും ദേവാലയവും അപകടസ്ഥിതിയിലായിരുന്നു. അവരുടെ പ്രഥമവും പ്രധാനവുമായ ഉത്കണ്ഠ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയത്തെക്കുറിച്ചായിരുന്നു. തങ്ങളുടെ ഭാര്യമാർ, കുട്ടികൾ, സഹോദരർ, ബന്ധുജനങ്ങൾ എന്നിവരെക്കുറിച്ച് അവർ അത്രയ്ക്ക് ഉത്കണ്ഠിതരായിരുന്നില്ല. നഗരത്തിൽ തന്നെ കഴിയാൻ നിർബന്ധിതരായവർക്ക് തുറന്ന സ്ഥലത്ത് വെച്ച് യുദ്ധം ചെയ്യുന്നവരെക്കുറിച്ചുണ്ടായിരുന്ന ആകുലത ഒട്ടും കുറവായിരുന്നില്ല. എല്ലാവരും നിർണായക നിമിഷം കാത്തിരിക്കവേ ശത്രു സൈന്യം യുദ്ധസന്നദ്ധമായി സമീപത്തെത്തിക്കഴിഞ്ഞു. തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ ആനകളെയും പാർശ്വങ്ങളിൽ കുതിരപ്പടയെയും അവർ നിർത്തി. ആ സേനാവ്യൂഹവും വിവിധ തരത്തിലുള്ള ആയുധങ്ങളും ആനകളുടെ ഭീകരതയും ദർശിച്ച മക്കബേയൂസ് സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എന്തെന്നാൽ കർത്താവ് ആയുധങ്ങളാലല്ല, സ്വന്തം നിശ്ചയപ്രകാരമാണ് അർഹിക്കുന്നവർക്ക് വിജയം നേടിക്കൊടുക്കുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവിടുത്തെ വിളിച്ച് അവൻ പ്രാർത്ഥിച്ചു, കർത്താവെ, യൂദാ രാജാവായിരുന്ന ഹെസക്കിയായുടെ കാലത്ത് അങ്ങ് ദൂതനെ അയക്കുകയും സെന്നാകെരീബിന്റെ പാളയത്തിൽ അവൻ 1,85,000 പേരെ സംഹരിക്കുകയും ചെയ്തു. സ്വർഗാധിനാഥ, ഞങ്ങൾക്ക് മുന്നോടിയായി ഭയവും സംഭ്രാന്തിയും പരത്താൻ ഒരു ഉത്തമ ദൂതനെ ഇപ്പോൾ അയക്കണമേ. അവിടുത്തെ വിശുദ്ധ ജനത്തിനെതിരായി വരുന്ന ഈ ദൈവദൂഷകരെ അങ്ങയുടെ ഭുജബലത്താൽ തകർക്കണമേ. ഈ വാക്കുകളോടെ യൂദാസ് പ്രാർത്ഥന അവസാനിപ്പിച്ചു. നിക്കാനോറും കൂട്ടരും കാഹളങ്ങളോടും പോർവിളികളോടും കൂടി മുന്നേറി. യൂദാസും അനുചരന്മാരും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ശത്രുവിനെ നേരിട്ടു. കൈകൾ കൊണ്ട് യുദ്ധം ചെയ്യുകയും ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് 35,000 കുറയാത്ത ആളുകളെ അവർ കൊന്നൊടുക്കി. ദൈവത്തിന്റെ ഈ പ്രത്യക്ഷ സഹായം അവരെ ആഹ്ലാദഭരിതരാക്കി. അവർ യുദ്ധം കഴിഞ്ഞ് ആനന്ദത്തോടെ മടങ്ങിപ്പോകുമ്പോൾ നിക്കാനോർ പടച്ചട്ടയോടുകൂടി മരിച്ചു കിടക്കുന്നത് കണ്ടു. ഉടനെ അട്ടഹാസവും ആരവവും ഉയർന്നു. സകലത്തിന്റെയും അധിപനായ കർത്താവിനെ സ്വന്തം ഭാഷയിൽ അവർ വാഴ്ത്തി സ്തുതിച്ചു. ശരീരവും ആത്മാവും സഹോദരരുടെ സംരക്ഷണത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച തന്റെ നാട്ടുകാരോട് സവിശേഷമായ സൗഹൃദം പുലർത്തിയിരുന്ന യൂദാസ് നിക്കാനോറിന്റെ ശിരസ്സും കൈയും ഛേദിച്ച് ജെറുസലേമിലേക്ക് കൊണ്ടുപോകാൻ അവരോട് ആജ്ഞാപിച്ചു. അവൻ അവിടെ എത്തി ജനത്തെ വിളിച്ചുകൂട്ടി. പുരോഹിതന്മാരെ ബലിപീഠത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നു. കോട്ടയിലായിരുന്നവരെ ആളയച്ചു വരുത്തി. നീചനായ നിക്കാനോറിന്റെ തലയും സർവശക്തന്റെ ഭവനത്തിനെതിരെ ആ ദൈവദൂഷകൻ ഗർവോടെ നീട്ടിയ കരവും അവൻ അവരെ കാണിച്ചു. അവൻ ദുഷ്ടനായ നിക്കാനോറിന്റെ നാവ് ഛേദിച്ചു. അത് കഷ്ണങ്ങളാക്കി പക്ഷികൾക്ക് ഇട്ടുകൊടുക്കുമെന്നും അവന്റെ ഭോഷത്വത്തിന്റെ പ്രതിഫലങ്ങൾ ദേവാലയത്തിന്റെ മുൻപിൽ കെട്ടിത്തൂക്കുമെന്നും യൂദാസ് പറഞ്ഞു. അവരെല്ലാവരും സ്വർഗത്തിലേക്ക് നോക്കി തങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്തിയ കർത്താവിനെ സ്തുതിച്ചു പറഞ്ഞു, സ്വന്തം ഭവനം അശുദ്ധമാകാതെ കാത്തു സൂക്ഷിച്ചവൻ വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൽ നിന്ന് ലഭിച്ച സഹായങ്ങളുടെ പ്രത്യക്ഷ തെളിവായി യൂദാസ് നിക്കാനോറിന്റെ ശിരസ് കോട്ടയുടെ മുകളിൽ തൂക്കി. ഈ ദിനം ഒരിക്കലും വിസ്മൃതിയിൽ ആണ്ടുപോകരുതെന്നും സുറിയാനി ഭാഷയിൽ ആധാർ എന്ന് വിളിക്കപ്പെടുന്ന 12-ാം മാസത്തിലെ മൊർദെഖായ് ദിനത്തിന്റെ തലേനാളായ 13-ാം ദിനം ആഘോഷപൂർവ്വം കൊണ്ടാടണമെന്നും പൊതുസമ്മതപ്രകാരം അവർ നിശ്ചയിച്ചു. ഉപസംഹാരം. ഇങ്ങനെ നിക്കാനോറിന്റെ കഥ അവസാനിച്ചു. അന്നു മുതൽ നഗരം ഹെബ്രായരുടെ കൈവശമാണ്. ഞാനും കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. അത് നന്നായി. കാര്യമാത്ര പ്രസക്തമായി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. അവതരണം അവിദഗ്ധമോ ഇടത്തരമോ ആയിപ്പോയെങ്കിൽ ഇത്രയേ എനിക്ക് പരമാവധി ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. വെള്ളം ചേർക്കാത്ത വീഞ്ഞോ വെള്ളം മാത്രമോ കുടിക്കുക ഉപദ്രവകരമാണ്. വെള്ളം ചേർത്ത വീഞ്ഞ് മധുരവും സ്വാദേറിയതുമാണ്, ആനന്ദദായകമാണ്. അതുപോലെയാണ് കഥാകഥന രീതി വായനക്കാരനെ ആഹ്ലാദിപ്പിക്കുന്നതും. ഞാൻ ഉപസംഹരിക്കുന്നു.